ഗുഡ് ഡേ ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർവൽ എക്സ്റ്റിമേഷനാണ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ നോക്കിയായിരുന്നു എന്താണ് പോയിൻ്റ് എക്സ്റ്റിമേഷൻ. പോയിൻ്റ് എക്സ്റ്റിമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതായത് അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്ററിനെ ഒരു എക്സ്റ്റിമേറ്റഡ് വാല്യൂ ആയിട്ട് ഒരു സിംഗിൾ വാല്യൂ ആണ് സജസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് പോയിൻ്റ് എക്സ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്തിന്, പോപ്പുലേഷൻ മീനിൻ്റെ പോയിൻ്റ് എക്സ്റ്റിമേറ്റ് ആണ്. അതുപോലെ തന്നെ സാമ്പിൾ മീഡിയൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീഡിയൻ്റെ പോയിൻ്റ് എക്സ്റ്റിമേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇൻ്റർവൽ എക്സ്റ്റിമേഷൻ. ഇൻ്റർവൽ എക്സ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലായിട്ട് പറഞ്ഞാൽ പോപ്പുലേഷൻ പാരാമീറ്ററിന് മ്യൂ എന്ന് എടുക്കാം. പോപ്പുലേഷൻ പാരാമീറ്റർ മ്യൂ, രണ്ട് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്, T1 ഉം T2 എന്ന് പറഞ്ഞ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്. ഈ T1 ഉം T2ൻ്റെ ഇടയ്ക്കായിരിക്കും മ്യൂ പോപ്പുലേഷൻ പാരാമീറ്ററായ മ്യൂ ലൈ ചെയ്യുന്നത് പറയും. T1 ഉം T2നും ഇടയ്ക്കായിരിക്കും പോപ്പുലേഷൻ പാരാമീറ്ററായ മ്യൂ എന്ത് ചെയ്യുന്നത്, ലൈ ചെയ്യുന്നത് പറയും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് T1 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ T2 എന്ന് പറയുന്നത് ഒരു പ്രീ അസൈൻഡ് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന് പറഞ്ഞ പേരാണ് ആൽഫ. ഈ ആൽഫയെ പറഞ്ഞ പേരാണ് കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയും. കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇൻ്റർവൽ T1, T2 നെ പറഞ്ഞ പേരാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയും. കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയും. അപ്പം ഇൻ്റർവൽ എക്സ്റ്റിമേഷനിൽ എന്താണ്, T1 ഉം T2 എന്ന് പറഞ്ഞ രണ്ട് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. അതിനിടയിലായിരിക്കും പോപ്പുലേഷൻ പാരാമീറ്ററായ മ്യൂ ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് T1 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ T2 എന്ന് പറയുന്നത് എന്താണ്, ആൽഫ എന്ന്. ആ ആൽഫയെ പറഞ്ഞ പേരാണ് കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്നും. T1, T2 ഇൻ്റർവൽ T1, T2 പറഞ്ഞ പേരാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്നും പറയും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ ഇൻ്റർവൽ എക്സ്റ്റിമേഷൻ വിൽ ഫൈൻഡ് ഔട്ട് ടു സ്റ്റാറ്റിസ്റ്റിക്സ് T1 and T2 such that probability that the interval T1, T2 contain the true value of unknown parameter has a pre-assigned value alpha. അതിനെ പറഞ്ഞ പേരാണ് കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ദി ഇൻ്റർവൽ. ആ ഇൻ്റർവലിനെ പറഞ്ഞ പേരാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ വിത്ത് കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് ആൽഫ എന്ന് പറയും. ഇനി നമുക്ക് ഓരോ പാരാമീറ്ററിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ അല്ലെങ്കിൽ ഇൻ്റർവൽ എക്സ്റ്റിമേഷൻ ഓഫ് മീൻ എന്ന് പറയും. അത് നമ്മൾ രണ്ട് കേസുണ്ട്. അതിൽ ഫസ്റ്റ് കേസാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ വെൻ സിഗ്മ ഈസ് നോൺ. സിഗ്മ നോൺ ആവുന്ന കേസിൽ മ്യൂവിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ മീൻ ആണ്. എൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസാണ്. ഇത് എടുത്തേക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ്. മീൻ എന്ന് പറയുന്നത് മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബാർ മൈനസ് അതിൻ്റെ എക്സ് ബാറിൻ്റെ മീൻ മ്യൂ മൈനസ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ √n ഫോളോ ചെയ്യുന്ന എന്താണ്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, മ്യൂവിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് മോഡ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു ആൽഫ. ഇത് വെച്ചിട്ടാണ് നമ്മൾ മ്യൂവിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബാറിൻ്റെ മീൻ എന്താണ്, മ്യൂ ഡിവൈഡ് ബൈ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ √n. അത് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും, നോർമൽ 0, 1 ആയിരിക്കും. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് മോഡ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു ആൽഫ എന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു ആൽഫ. പ്രോബബിലിറ്റി ഓഫ് മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് എന്ന് പറയുന്നത് ഇത് എഴുതുക, എക്സ് ബാർ, ഇത് ഇട്ട് കൊടുക്കുക, എക്സ് ബാർ മൈനസ് മ്യൂ ഇൻറ്റു
സിഗ്മ ബൈ റൂട്ട് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു ആൽഫ. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മ്യൂവിനെ നടുക്ക് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ടേംസിനെല്ലാം ലെഫ്റ്റിലും റൈറ്റിലോട്ടും കൊടുത്ത് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഇവിടെ നമ്മൾ സിഗ്മ ബൈ റൂട്ട് എന്നെ ലെഫ്റ്റിലും റൈറ്റിലോട്ടും എന്ത് ചെയ്യുന്നു കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? മൈനസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എൻ ഈസ് ഈക്വൽ ടു ആൽഫ. ഇനി എന്ത് ചെയ്യുന്നു? എക്സ് ബാറിനെ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലും റൈറ്റിലോട്ടും കൊണ്ടുവന്നു. അത് പ്രോബബിലിറ്റി ഓഫ് മൈനസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എൻ എക്സ് ബാറിനെ കൊണ്ടുവരും മൈനസ് എക്സ് ബാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്തായിട്ട് മാറും? മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എൻ മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ആൽഫ. ഇവിടെ എന്താണ്? നടുക്ക് മൈനസ് മ്യൂ ആണ് കിടക്കുന്നത്. നമുക്ക് എന്താക്കണം? പ്ലസ് മ്യൂ ആക്കണം. പ്ലസ് മ്യൂ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ ഇൻഇക്വാളിറ്റി എന്ത് ചെയ്യും? തിരിയും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഇവിടുത്തെ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 എന്തായിട്ട് മാറും? പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ആയിട്ട് മാറും. സിഗ്മ ബൈ റൂട്ട് എൻ മൈനസ് എക്സ് ബാർ എന്തായിട്ട് മാറും? പ്ലസ് എക്സ് ബാർ. ഈ ലെസ് ദാൻ എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് മ്യൂ എന്തായിട്ട് മാറും? പ്ലസ് മ്യൂ ആയിട്ട് മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ മൈനസ് ഇസഡ് ആൽഫ ഇസഡ് ആൽഫ ബൈ 2 എന്തായിട്ട് മാറും? മൈനസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എൻ മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ആൽഫ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു രീതിയിലാക്കുന്നു. അതായത് പ്രോബബിലിറ്റി ഓഫ് ഈ ടേം ഇവിടെ കൊണ്ടുവരുന്നു. അതായത് എക്സ് ബാർ പ്ലസ് അല്ല എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എൻ. സോറി, ഇവിടുത്തെ ഇൻഇക്വാളിറ്റി മാറ്റിയില്ലായിരുന്നു. ഇവിടുത്തെ ഇൻഇക്വാളിറ്റി മാറ്റുമ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്തായിട്ട് മാറും? എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടി? മ്യൂ സെൻട്രായിട്ട രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ കോമ എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ ആണ് എന്ത്? പോപ്പുലേഷൻ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയാം. അപ്പം മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ കോമ എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് എൻ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എക്സ് ബാർ മൈനസ് സിഗ്മ ബൈ റൂട്ട് ഇൻറ്റു ഇസഡ് ആൽഫ ബൈ 2 കോമ എക്സ് ബാർ പ്ലസ് സിഗ്മ ബൈ റൂട്ട് എൻ ഇൻറ്റു ഇസഡ് ആൽഫ ബൈ 2. ഇതാണ് എന്ത്? ഇതിൻ്റെയാണ് മീനിൻ്റെ സിംഗിൾ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർ അല്ലെങ്കിൽ ഇൻ്റർവൽ എസ്റ്റിമേഷൻ ഓഫ് സിംഗിൾ മീൻ എന്ന് ചോദിച്ചാലും ഇതാണ് എഴുതേണ്ടത്. പിന്നെ നോക്കേണ്ടത് ഈ 90% കോൺഫിഡൻസ് ഇൻ്റർവലിൽ ഇസഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ 1.65ഉം 95% കോൺഫിഡൻസ് ഇൻ്റർവലിൽ ഇസഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എന്താണ്? 1.96 ആണ്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ എന്ത് ചെയ്യും? ചോദിക്കും. അതായത് റൈറ്റ് ദ കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ വെൻ സിഗ്മ ഈസ് നോൺ എന്ന് ചോദിക്കുമ്പം ഈ ഒരു പ്രൂഫ് പഠിക്കണം. ഇനി അടുത്തതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ചോദിക്കാം. അതായത് ദ മീൻ ഓഫ് സാമ്പിൾ ഓഫ് സൈസ് 20 ഫ്രം മൈ നോർമൽ പോപ്പുലേഷൻ normal mu comma sigma is equal to 8 was found to be 81.2. Find a 90% confidence interval for mu. ഇപ്പോൾ ഇവിടെ എക്സ് ബാർ പറഞ്ഞിട്ടുണ്ട് എന്ത് 81.2 എന്നുണ്ട്.
എൻ എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ സൈസാണ് 20. പിന്നെ ഇവിടെ 90% കോൺഫിഡൻസ് ഇൻ്റർവലാണ്. 90% കോൺഫിഡൻസ് ഇൻ്റർവലിൽ ഇസഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എന്താണ്, 1.65 ആണ്. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബാർ മൈനസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ √10 കോമ എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ √10. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ ഇത് കിട്ടും, 78.25 84.15 എന്ന് പറയുമ്പം നമ്മൾ ഇതിനെ പറഞ്ഞ പേരാണ് ലോവർ ലിമിറ്റ്, ലോവർ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയും. ഇത് അപ്പർ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്നും പറയും. അങ്ങനെ പറയും. ഇനി അടുത്തതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ ആൻഡ് സിഗ്മ ഈസ് നോട്ട് നോൺ. സിഗ്മ അൺനോൺ ആവുന്ന കേസിൽ, ഈ കേസിൽ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉപയോഗിക്കുക. ടി എന്ന് പറയുന്നത് എന്താണ്, എക്സ് ബാർ മൈനസ് മ്യൂ എസ് ബൈ √10 മൈനസ് ഫോളോ ചെയ്യുന്നതായിരിക്കും ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ ബൈ √10 പകരം ഇവിടെ എന്താണ്, എസ് ബൈ √10 മൈനസ് 1 ആണ്. അതായത് ഇവിടെ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √10 വന്നില്ല. അപ്പം ഇവിടെ സിഗ്മ ബൈ √10 പകരം എന്ത് കൊടുക്കുക, എക്സ് ബൈ √10 മൈനസ് 1 കൊടുക്കുമ്പം നമുക്ക് ലാസ്റ്റിൽ എക്സ് ബാർ മൈനസ് എസ് ബൈ √10 മൈനസ് 1 ടി ആൽഫ ബൈ 2 കോമ എക്സ് ബാർ പ്ലസ് എസ് ബൈ √10 മൈനസ് 1 ടി ആൽഫ ബൈ 2 എന്ന് കിട്ടും. അപ്പം ഇവിടെ അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഇവിടെ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 17 ആണ്, നോർമൽ പോപ്പുലേഷൻ ആണ്. അതിൽ സാമ്പിൾ മീൻ തന്നിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറയുന്നത് 4.7ഉം എസ് സ്ക്വയർ 5.76 ആണ്. അങ്ങനെയാണെങ്കിൽ 90% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മീൻ ഓഫ് ദി പോപ്പുലേഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ എസ് സ്ക്വയർ ആണ്, അതായത് പോപ്പുലേഷൻ വേരിയൻസ് എന്താണ്, അൺനോൺ ആണ്. ആ കേസിൽ നമ്മൾ എന്താണ്, ടി ഡിസ്ട്രിബ്യൂഷനാണ് ഉപയോഗിക്കുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ 90% കോൺഫിഡൻസ് ഇൻ്റർവൽ ആകുമ്പം നമ്മൾ ടേബിൾ വാല്യൂ നോക്കുന്നു വെച്ചാൽ ആൽഫ ഈസ് ഇക്വൽ ടു 1 മൈനസ് 0.9 ആണ് നോക്കുന്നത്. 1 മൈനസ് 0.90 നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.10 ആയിരിക്കും കിട്ടുന്നത്. 0.1 ആയിരിക്കും കിട്ടുന്നത്. 0.1 ആയിരിക്കും കിട്ടുന്നത്. അപ്പം ടേബിൾ വാല്യൂ ടി ടേബിളിൽ 0.1 ആണ് നോക്കേണ്ടത്. ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1. 2 ടേൽഡ് കേസായിരിക്കും നോക്കേണ്ടത് കേട്ടോ. 2 ടേൽഡിൽ 0.1ൻ്റെ വാല്യൂ ആണ് നോക്കേണ്ടത്. 2 ടേൽഡ് 0.1 അതിവിടെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 അല്ല. n-1 എന്ന് പറയുമ്പോൾ ഇവിടെ n-1 എന്ന് പറയുന്നത് 20 ആണ്. അപ്പം n-1 90ൽ, സോറി ഇവിടെ അല്ലല്ലോ, ഓക്കെ, n-1 16 ആണ്. 16ൽ 0.1 2 ടേൽഡ് നോക്കാം. 16ൽ 0.1 1.753 അതായിരിക്കും ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഉണ്ട് 1.75. അപ്പം ഇവിടെ റാൻഡം സാമ്പിൾ സൈസ് 17. അപ്പം സാമ്പിൾ സൈസ് n എന്ന് പറയുന്നത് 17 ആണ്. എക്സ് ബാർ 4.7, എസ് സ്ക്വയർ 5.76 തന്നിട്ടുണ്ട്. 90% കോൺഫിഡൻസ് ഇൻ്റർവൽ. ആൽഫ എന്ന് പറയുമ്പോൾ 1.0.90 ആണ്, 0.1. അപ്പം 2 ടേൾഡിൽ, അപ്പം നമ്മൾ ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ടേൾഡിൽ 0.1ൽ കറസ്പോണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 16 നോക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ 1.75 ആണ് കിട്ടുന്നത്. അപ്പം ഡയറക്റ്റ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, എക്സ് ബാർ മൈനസ് എസ് ബൈ √10 മൈനസ് 1
അപ്പം ലാസ്റ്റ് ഫൈനൽ ആൻസർ 3.65 5.75 കിട്ടും. ഇത്രയേ ഉള്ളൂ ഇത്.